നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായലേഖനം 12-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 12. എല്ലാവരും എബ്രായലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നത് അതിൻ്റെ 12-13 വാക്യമാണ്. വേഴ്സ് 12 and 13. ആ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുകയുണ്ടായി. ആകയാൽ തളർന്ന കയ്യും കുഴഞ്ഞ മുഴങ്കാലം നിവർത്തുവീൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിനോ നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവീൻ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഒന്ന്, നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നത് അവിടെ പറയുന്ന ഒന്നാമത്തെ വിഷയം തളർന്ന കൈകൾ തളർന്നിരിക്കുന്നു. എന്താണ് തളർന്നിരിക്കുന്ന കരങ്ങളുടെ പ്രത്യേകതയെ നമ്മൾ കണ്ടു. അധികാരം നഷ്ടപ്പെട്ടത്, അധികാരം ഉപയോഗിക്കുവാൻ സാധിക്കാത്തത്, ദൈവികമായിരിക്കുന്ന അധികാരം ഉപയോഗിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വിശ്വാസികൾ ആയിത്തീർന്നു. രണ്ട്, നമ്മൾ കണ്ടത് കുഴഞ്ഞ മുഴങ്കാൽ. അതെന്തിനെ വെളിപ്പെടുത്തുന്നു? ശുശ്രൂഷയുടെ വീഴ്ചയെ വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ നാളുകൾ അവർ ഒത്തിരി കർത്താവിന് വേണ്ടി അധ്വാനിച്ചതും പ്രവർത്തിച്ചതുമാണ്. എന്നാൽ ഇപ്പോൾ മുൻപോട്ട് പോകുവാൻ അവർക്ക് താല്പര്യമില്ലാതെ, മുൻപോട്ട് പോകുവാൻ ആഗ്രഹമില്ലാതെ ആയിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് വരുന്ന നെക്സ്റ്റ് വീഴ്ചയാണ് നമ്മൾ താഴെ കണ്ടത്. അതുകൊണ്ട് എന്തു പറഞ്ഞു? ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, അതുകൊണ്ട് മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിനോ നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവേൻ. അപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ജനമുണ്ട്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ മുടന്തിൻ്റെ അവസ്ഥയാണ്. എന്നാൽ നിങ്ങൾ കാലിന് പാത നിരപ്പാക്കുന്നില്ല എങ്കിൽ ഈ മുടന്തി നടക്കുന്നവർ അവരുടെ കാലുകൾ ഒടിയുവാനായിട്ടിടയായിത്തീരും. അവരുടെ കാലുകൾ വീണ്ടും ദോഷത്തിലേക്ക് പോകുവാനിടയായിത്തീരും. നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ മുഖാന്തരമായിട്ട് നമ്മളെ നോക്കിക്കൊണ്ട് ദൈവസന്നിധാനത്തിൽ നടക്കുന്ന പ്രിയപ്പെട്ടവരുടെ കാലുകളുടെ അവർക്ക് സുഖമായി നടക്കേണ്ടതിനോ നമുക്കുള്ള ഉത്തരവാദിത്വമാണോ നമ്മുടെ പാത നിരപ്പാക്കുക എന്നുള്ളത്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുവാനിടയായിട്ട് ഇന്ന് രാത്രിയിൽ. അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. വേഴ്സ് 14. നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യത്തെ ക്ലാസ്സിൽ നോട്ട് ചെയ്തപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുകയുണ്ടായി. വേഴ്സ് 14 to 17 അന്നില്ലാതിരുന്ന നോട്ട് ചെയ്താട്ട് പ്രത്യേകമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്ന വിഷയം എക്സോർട്ടേഷൻ ടു ഹോളിനെസ്, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് ഇവിടുത്തെ വിഷയം. എക്സോർട്ടേഷൻ ടു ഹോളിനെസ്. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുന്ന ചാപ്റ്റർ 12 വേഴ്സ് 14 to 17. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്ത വേഴ്സ് 14, 14-ാമത്തെ വാക്യം. വളരെ പ്രാർത്ഥനയോടുകൂടെ എല്ലാ ദൈവമക്കളുമായിരിക്കാൻ കർത്താവ് ഞാൻ ഓർപ്പിക്കട്ടെ. വേഴ്സ് 14, 14-ാമത്തെ വാക്യം ആരെങ്കിലും വായിച്ചോട്ടെ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വളരെ വിലപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്യമാണോ ഈ വാക്യം നിന്നുകൊണ്ടാണ്. അവിടെ ദൈവത്തിൻ്റെ ദാസൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വേഴ്സ് 14, 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ഇംഗ്ലീഷ് ബൈബിള് കൈയുള്ളവർക്ക് ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ മറ്റൊരു വേർഡ് രീതിയിലാണ് ആ വാക്യത്തെ കിങ് ജെയിംസ് വേർഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വായിച്ചാട്ട് കിങ് ജെയിംസ് വേർഷൻ ഉള്ളൊരു വായിച്ചാട്ട്. ഫോളോ പീസ് വിത്ത് ആൾ മെൻ ആൻഡ് ഹോളിനെസ്. വിശുദ്ധിയും അഥവാ അവിടെ പഠിപ്പിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സമാധാനവും വിശുദ്ധിയും അനുഗമിച്ച് നടപ്പീൻ. എന്നാൽ ന്യൂ ട്രാൻസ്ലേഷൻ ഉള്ളവരൊന്ന് വായിച്ചാട്ട്. ആരുടെങ്കിലും ന്യൂ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചാട്ട്. യെസ്. All men and to be holy. Without holiness. Pursue peace with all people and holiness, without which no one will see the Lord. നിങ്ങൾ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ നിങ്ങൾ വായിക്കുമ്പോൾ ആ വേർഡ് ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. ഡു ഓൾ ദാറ്റ് യു ക്യാൻ ടു ലിവ് ഇൻ പീസ് വിത്ത് എവരി വൺ. അപ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ അത് പറയുന്നത് ഫോളോ പീസ് വിത്ത് ഓൾ മെൻ ആൻഡ് ഹോളിനെസ് വിത്തൗട്ട് വിച്ച് നോ മാൻ ഷാൽ സീ ദ ലോർഡ്. ഇവിടെ മലയാളം ബൈബിളിലേക്ക് നമ്മൾ കാണുന്നൊരു ഭാഗം ഇതാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ഈ വേർഡ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും. സമാധാനവും ശുദ്ധീകരണവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ടെന്നുള്ളത്.
സമാധാനം ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. ഇന്ന് രാത്രിയിലെ ക്ലാസ് സമാധാനവും ശുദ്ധീകരണവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുക. വേർഡ് പറയുന്ന എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അപ്പോൾ എന്താണോ ഇതിൻ്റെ ഔട്ട്കം, ഇതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഈ പ്രത്യമാനിക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് 3 ചിന്തകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് ആരോട് പറയുന്നു? ഈ പറയപ്പെടുന്ന എബ്രായ വിശ്വാസികൾ ഒത്തിരി കഷ്ടങ്ങൾ കൂടെ കടന്നുപോയവരാ. ഒത്തിരി പ്രയാസങ്ങൾ അവർക്കുണ്ടായിരുന്നു, ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. സ്വന്തം സഹോദരങ്ങളാൽ അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചു. മറ്റുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരെ ഈ രക്ഷയിലേക്ക് കടന്നു വന്ന മുഖാന്തരമായിട്ട് വളരെയധികമായ പീഡനങ്ങൾ കൂടെ കടന്നുപോയതായിരിക്കുന്ന ഒരു ഇബ്രായ വിശ്വാസികളാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്രകാരമുള്ള ഒത്തിരി പീഡനങ്ങൾ കൂടെ കടന്നുപോയ എബ്രായ വിശ്വാസികളോട് നിങ്ങൾക്കറിയാം, ആദ്യമേ ദൈവത്തിന്റെ ദാസൻ പറയുണ്ടായി, നിങ്ങൾ അവസാനത്തോളം നിങ്ങൾ സഹിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ്, മടുത്തു പോകരുത്. അങ്ങനെയെങ്കിൽ സഹിക്കുന്നത് ഒരല്പം വീക്കായി തീർന്ന സ്ഥാനത്ത്, അല്പം ബലഹീനമായി തീർന്ന സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കുന്ന വിശ്വാസികളോട് എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മീയ ജീവിതം ബലഹീനമായി തീർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അവരുടെ കൈകൾ തളർന്നുപോയി, അവരുടെ കാലുകൾ കുഴഞ്ഞിരിക്കുകയാണ്, അവരുടെ പാതകൾ നിരപ്പല്ലാത്തൊരു വഴിയാണ്. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. ഇപ്രകാരമുള്ള ഒരു ജനത്തോടാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, നിങ്ങൾ സമാധാനം ആചരിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ സമാധാനത്തെ ആചരിക്കണം. ഇവിടെ നിങ്ങൾ കാണുന്നത് നമ്മുടെ മുൻപിൽ കടന്നു വന്ന് നമുക്ക് അനുഭവിക്കുവാൻ പറ്റുന്ന ഒന്നല്ല ഇവിടെ പറയപ്പെടുന്ന സമാധാനം എന്ന് പറയുന്നത്. പിന്നെയോ നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഈ സമാധാനം. ഇവിടെ എബ്രായ വിശ്വാസികളുടെ മുൻപിൽ സുലഭമായി ലഭിക്കുന്ന ഒരു കാര്യമല്ല സമാധാനം. ശ്രദ്ധിക്കണം ആ വേർഡ്. എബ്രായ വിശ്വാസികളുടെ മുൻപിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നല്ല ഈ സമാധാനം എന്ന് പറയുന്നത്. പിന്നെ എന്താ ഇവർ ചെയ്യേണ്ടത്? ഇവരത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. സമാധാനത്തെ അവർ പിന്തുടരേണ്ടത് വളരെ ആവശ്യമാണ്. എന്താണ് ഈ പ്രത്യേകമായിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്? അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ്, പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. അവർ പിന്തുടരുന്നവരായിരിക്കണം, സമാധാനത്തെ അവർ അന്വേഷിക്കുന്നവരായിരിക്കണം. നമ്മൾ ആ വാക്യം നമ്മളൊന്ന് പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് വാക്യത്തിലേക്ക് പെട്ടെന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകട്ടെ. അതിനാധാരമായിട്ട് Psalms 34 verse number 14, 34-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം, 34:14. ശ്രദ്ധിക്കുക, വേർഡ് സമാധാനം അന്വേഷിക്കുക. സ്ട്രൈവ് ഫോർ ദ പീസ്. സമാധാനത്തെ അന്വേഷിച്ച് പിന്തുടരുക. സമാധാനം മുൻപിൽ കിടക്കുക എന്നുള്ളതല്ല വേർഡ് കൊടുത്തത്. സമാധാനത്തെ അന്വേഷിച്ച് പിന്തുടരുക. ഒരു വാക്യം കൂടെ, Romans chapter 12 verse 18. റോമർ 12:18. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. അവിടെ പറയുന്നു, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിപ്പീൻ. അപ്പോൾ ഇവിടെ പറയപ്പെടുന്ന ഒരു വേർഡ്, സമാധാനത്തിന് വേണ്ടി നമ്മൾ സ്ട്രൈവ് ചെയ്യണം. നമ്മൾ ഒരല്പം കഷ്ടപ്പെട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണോ സമാധാനം എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ ഒത്തിരി കടന്നു വരും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു പ്രശ്നം കടന്നു വന്നാൽ ആദ്യം സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടും. ഏതെങ്കിലും ഒരു കൊച്ചു പ്രശ്നം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ, നമ്മൾ ചിന്തിക്കുന്നില്ല, നമുക്കങ്ങനെ പ്രശ്നമേ നമ്മൾ ചിന്തിച്ചതേ അല്ല. എന്നാൽ സംഭവം ഒരു പ്രശ്നം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ആ പ്രശ്നം കൊണ്ട് ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടുകയാണ്. ദൈവമക്കളെ മനസ്സിലാക്കിയോണം, നമ്മുടെ മുൻപിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ആദ്യം കൊണ്ടുപോകുന്നത് സമാധാനം കൊണ്ടങ്ങ് പോകുക.
സമാധാനത്തെ അങ്ങ് നഷ്ടപ്പെടുത്തുക. നമ്മൾ അങ്ങോട്ട് പോയി അധ്വാനിക്കേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് വന്ന് ഈ കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സമാധാനം നമ്മിൽ നിന്ന് ആരോ ചോർത്തിയെടുത്തോണ്ടാൻ പോകുക. നിങ്ങൾ മനസ്സിലാക്കണം, സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റ്ലെസ് ആയിരിക്കും. നമുക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല. ഒരു കൊച്ചു പ്രശ്നം മതി നമ്മുടെ സമാധാനത്തെ കളയുവാൻ. പക്ഷെ എന്താ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്, നമ്മുടെ ആ സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ദ ഫെലോഷിപ്പ് വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള കൂട്ടായ്മ നമ്മുടെ നഷ്ടപ്പെടുകയാണ്. എൻ്റെ ഉള്ളിൽ സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ, ഞാനൊരു റെസ്റ്റ്ലെസ് ആയി മാറ്റപ്പെടുമ്പോൾ, സമാധാനം എൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കുന്ന ഒരു വലിയ വീഴ്ചയാണ് ദൈവത്തോടുള്ള കൂട്ടായ്മ എൻ്റെ നഷ്ടപ്പെടുകയാണ്. പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് മനസ്സില്ല, പാടുവാനായിട്ട് നമുക്ക് മനസ്സില്ല, ദൈവവചനം വായിക്കുവാനായിട്ട് നമുക്ക് മനസ്സില്ല. കാരണം കഴിഞ്ഞ നാളുകളൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടെ നമ്മൾ ചെയ്തതാകുന്നുവെങ്കിലും ഇന്ന് നമുക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. മറ്റെന്തോ വന്ന് നമ്മളെ മൂടി ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ നിന്ന് നമ്മെ കൊണ്ടുപോകുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം സമാധാനം എന്നുള്ള വേർഡ് പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകത്തിന്റെ സമാധാനമല്ല എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സമാധാനവും യേശുവിന്റെ സമാധാനവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ലോകത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് എല്ലാം നന്നായിരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പീസ് ഓഫ് മൈൻഡ് ആണ് ലോകത്തിന്റെ സമാധാനം എന്ന് പറയുന്നത്. എൻ്റെ സാഹചര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലമായിരിക്കുമ്പോൾ, ചുറ്റുപാടുകളെല്ലാം എനിക്ക് അനുകൂലമായിരിക്കുമ്പോൾ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുമ്പോൾ, സ്വസ്ഥമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കത്തക്കട്ട ഒരവസ്ഥയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒന്നാണ് ലോകത്തിന്റെ സമാധാനം എന്ന് പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ സമാധാനം അതല്ല. ദൈവത്തിന്റെ സമാധാനത്തിൽ 3 കാര്യങ്ങൾ അടക്കപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് നോട്ട് ചെയ്താട്ട്, ഒന്നാമത് ദൈവത്തിന്റെ സമാധാനം അടക്കപ്പെട്ടിരിക്കുന്നത് റീകൺസിലിയേഷൻ, നിരപ്പ്. ആ നിരപ്പ് കഴിഞ്ഞ് ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ചിൽ വെച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ പറയുണ്ടായി, ആ നിരപ്പാണോ സൺ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മക്കളായി തീരുന്നുവെന്നുള്ളത്. ദൈവത്തിന്റെ മക്കളായി തീരുന്നുവെന്നുള്ളത് ആ നിരപ്പ്. ദൈവം എൻ്റെ പിതാവായി, ഞാൻ അവന്റെ മകനായി. ഇതിനു മുമ്പ് യാതൊരു ബന്ധവും എനിക്ക് ദൈവത്തോടില്ല. അബ്രഹാമിനോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അബ്രഹാം യഹൂദനാണ്, ഞാനൊരു ജാതിയാണ്. പക്ഷെ ഇന്ന് ഒരു കാര്യം സംഭവിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അബ്രഹാമിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത എനിക്ക് ലഭിച്ചു. കാരണം എനിക്ക് അബ്രഹാമിനോട് എന്ത് ലഭിച്ചു? ഒരു നിരപ്പ്. അബ്രഹാം എൻ്റെ പിതാവ്, വിശ്വാസികളുടെ പിതാവായി തീർന്നത് കൊണ്ട് അബ്രഹാം എൻ്റെ പിതാവായി, ഞാൻ മകനായി. ഞാൻ ദൈവത്തിന്റെ ദൈവം എൻ്റെ പിതാവായി, ഞാൻ ദൈവത്തിന്റെ മകനായി. ഇതാണ് റീകൺസിലിയേഷൻ, നിരപ്പെന്ന് പറയുന്നത്. ഈ നിരപ്പ് നമുക്ക് ലഭിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തില്ലുവാനുള്ള പദവി നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ നമ്മുടെ നമുക്ക് ലഭിച്ച പദവിയാണ് എഗ്രിമെന്റ് ഇൻ വ്യൂസ്, കാഴ്ചപ്പാടിൽ തുല്യത. രണ്ടുപേരും ഒരേ കാര്യങ്ങൾ കാണുന്നു, ഒരേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവം കാണുന്നത് പോലെ നമ്മളും കാണുന്നു. എഗ്രിമെന്റ് ഇൻ വ്യൂസ്. മൂന്നാമത്തെ പ്രത്യേകതയാണ് ഫെലോഷിപ്പ്, കൂട്ടായ്മ. അപ്പോൾ വേദപുസ്തകം സമാധാനം എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ അതിനകത്ത് അടക്കപ്പെട്ടിരിക്കുന്നു. 1 റീകൺസിലിയേഷൻ, 2 എഗ്രിമെന്റ് ഇൻ വ്യൂസ്, 3 ഫെലോഷിപ്പ്, കൂട്ടായ്മ. നമ്മൾ മനസ്സിലാക്കണം, ഇതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ്, ഈ സമാധാനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. റീകൺസിലിയേഷനെ തുടർന്ന് കടന്നു വരുന്ന രണ്ടാമത്തെ അനുഭവമാണ് കൺകോർഡ്, എഗ്രിമെന്റ് ഇൻ വ്യൂസ് എന്ന് പറയുന്നത്. അതിനുശേഷം കടന്നു വരുന്ന മൂന്നാമത്തെ കാര്യമാണ് ദൈവത്തോടുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ച് ലഭിക്കുന്ന കാര്യങ്ങൾ ഒന്നിന്റെ പിന്നാലെ കടന്നു വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ ശക്തിയോടെ
അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ ഒന്നാമത്തെ വിഷയമാണ് എഗ്രിമെന്റ്, ഒന്നാമത്തെ വിഷയമാണ് റീകൺസിലിയേഷൻ, നിരപ്പിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. എന്താണ് നിരപ്പെന്ന് പറയുന്നത്? ദൈവം എൻ്റെ പിതാവായി. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു അനുഭവത്തിലേക്കാണ് ദൈവമക്കൾ കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും സമാധാനം ആചരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സമാധാനം ആചരിക്കേണ്ട രണ്ടു കൂട്ടം ആൾക്കാരോടാണ്. ഒന്ന്, ദൈവത്തോട് എനിക്ക് സമാധാനം ഉണ്ടാകണം. രണ്ട്, ഈ ലോകത്തിലെ ജനങ്ങളോട്, ആ ജനങ്ങളെ നാം രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന്, സഹവിശ്വാസികളോ. മൂന്ന്, ലോകത്തിന്റെ മക്കൾ. ഈ രണ്ടു കൂട്ടരോടും ഒരു നിരപ്പിന്റെ അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു നിരപ്പ് നമുക്കില്ല എങ്കിൽ, അവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഫ്രീനെസ് നമുക്കില്ല എങ്കിൽ, അവിടെയാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുവാനായിട്ട് കാരണമായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ആ സമാധാനം എന്ന് നമ്മൾ പറയുമ്പോൾ ആ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ ആയിരിക്കുമ്പോൾ, ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തു വേണം? ഇന്ന് ദൈവത്തോടുള്ള ഒരു നിരപ്പിന്റെ അനുഭവം അല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇവിടെ ദൈവദാസൻ നിൽക്കുന്നത് ദൈവത്തോട് നിരക്കുന്ന വിഷയമല്ല, പിന്നെയോ ഈ ലോകത്തിലെ ജനങ്ങളോട്. രണ്ടു കൂട്ടം ജനങ്ങൾ, ഒന്ന് സഹവിശ്വാസികളോട്, രണ്ടാമതായിട്ട് ഈ ലോകത്തിലെ ജനങ്ങളോട് നിരക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എനിക്ക് ദൈവത്തോട് കുറ്റമില്ലാത്ത മനസ്സാക്ഷിയുണ്ട്, മനുഷ്യൻ ഏത് രീതിയിൽ എന്നെ കണ്ടാലും സാരമില്ല. ഈ ചിന്ത തെറ്റായ ചിന്തയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് മുൻപാകെ മാത്രമല്ല, മനുഷ്യരുടെ മുൻപാകെയും നാം യോഗ്യമായത് മുൻകരുതേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഒരു സമൂഹം, എന്നെയും നിങ്ങളെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത് മലമേൽ വെച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലെ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് വെളിച്ചമായി തീരേണ്ടത് ആവശ്യമാണ്. ഞാനും നിങ്ങളും എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് വെളിച്ചമായി തീരുന്നുവെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു എമർജൻസി ലാമ്പ് കത്തിച്ചു വെക്കുന്ന ഒരു അനുഭവം അല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. പിന്നെയോ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്, എൻ്റെ നല്ല പ്രവൃത്തി, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി എന്നിൽ കൂടെ വെളിപ്പെടുമ്പോഴാണ് ഞാൻ ഒരു വെളിച്ചമായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ എബ്രായ വിശ്വാസികൾ ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയി, ഒത്തിരി പ്രയാസങ്ങൾ കൂടെ കടന്നുപോയി. പ്രയാസങ്ങൾ കടന്നുപോയത് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഇതുപോലെ അവർക്ക് മറ്റെന്തൊക്കെയോ പ്രയാസമായിരുന്നു. ഞാൻ നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അന്നത്തെ എബ്രായ വിശ്വാസികൾക്കുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം സഹോദരന്മാരെ നിന്ദിച്ചുവോ എബ്രായ വിശ്വാസികളെ വിളിച്ചു ചോദിച്ചാൽ അവരും പറയും, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നിന്ദിച്ചു. മറ്റ് ലോകമനുഷ്യരെ കളിയാക്കിയോ അവരോട് ചോദിച്ചാൽ അവർക്കും പറയുവാൻ സാധിക്കും, അതെ ഞങ്ങളെയും കളിയാക്കുവാൻ ഇടയായിത്തീർന്നു എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന അതേ പ്രതികൂലങ്ങൾ കൂടെ, അതേ പ്രശ്നങ്ങൾ കൂടെ എബ്രായ വിശ്വാസികൾ കടന്നു പോയിട്ട് ദൈവത്തിന്റെ ദാസൻ അവരോട് പ്രബോധിപ്പിക്കുകയാണ്, അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, അവരെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താ മുന്നറിയിപ്പ്? നിങ്ങളുടെ സമാധാനത്തെ നിങ്ങൾ കൈവിട്ട് കളയരുത്, നിങ്ങളുടെ സമാധാനത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. എന്താണ് അവിടുത്തെ വിഷയം? വാസ്തവത്തിൽ മറ്റുള്ളവർ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ, മറ്റുള്ളവർ നമുക്കെതിരായിട്ട് വേർഡ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ വിഷയമാണ് അവരോട് നമുക്ക് ഒരു കയ്പിന്റെ അനുഭവം വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരോട് ഒരു പ്രയാസം വെച്ചുകൊണ്ടിരിക്കുക, അവരോട് ഒരു പ്രശ്നം, ഒരു പ്രയാസം, മനസ്സിൽ ഒരു കയ്പിന്റെ അനുഭവം വെച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, നമുക്ക് ഒരു പ്രശ്നം തന്നവരോട് പോലും കയ്പിന്റെ അനുഭവം വെച്ചുകൊണ്ടിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ആ കയ്പിന്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു നമുക്ക് സാധിക്കാതെ ദൈവത്തിൽ നിന്ന് നാം അന്യപ്പെട്ടു പോകുക. അരിമനാഥനാകുന്ന യേശുവിന്റെ വേർഡ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. കർത്താവായ യേശു പറഞ്ഞു, നീ ദൈവ സന്നിധാനത്തിൽ വഴിപാട് കഴിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ നിന്റെ യാഗപീഠത്തിങ്കിൽ നിന്റെ വഴിപാട്, നിന്റെ സഹോദരൻ നിന്റെ നേരെ എന്തെങ്കിലും ഉണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ നിന്റെ വഴിപാട് നീ അവിടെ വെച്ചേച്ച് നീ ആദ്യം ചെന്ന സഹോദരനോട് നിരന്നുകൊള്ളുക. എന്താ ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്? ഈ
വഴിപാട് കഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു നിരപ്പിന്റെ അനുഭവം ഇല്ല എങ്കിൽ ഈ വഴിപാട് ദൈവത്തിന് പ്രസാദകരമാകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന വഴിപാട് ഒരു പക്ഷെങ്കിൽ കുഞ്ഞാടിൽ വളരെ ഉത്തമമായിരിക്കാം, ശ്രേഷ്ഠമായിരിക്കാം, വിത്ത് ഓൾ അവർ സിൻസിയാരിറ്റി നമ്മൾ ചെയ്യുന്നതായിരിക്കാം. എങ്കിലും ദൈവത്തിന്റെ സന്നിധാനത്തെ യാഗവസ്തു കടന്നു ചെല്ലുമ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ അത് അശുദ്ധമായി കാണുക. എന്താ അതൊരു കാരണമായിരിക്കുന്നത്? മറ്റുള്ളവരുമായിട്ടുള്ള നിരപ്പിന്റെ അനുഭവമില്ലാതെ യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഈ ഒരു വേർഡ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. പ്രതികൂലങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. സമാധാനം നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യം എന്റെയും നിങ്ങളുടെ മുൻപിൽ കടന്നു വരും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനത്തെ പിന്തുടരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എങ്ങനെ നമുക്ക് സമാധാനത്തെ പിന്തുടരുവാൻ സാധിക്കും? ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രതികൂലങ്ങൾ സാഹചര്യങ്ങളിലും നമ്മൾ ആരായി മാറ്റപ്പെടണം, സമാധാനമുള്ളവരായി നമ്മൾ തീരണം. പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും അവിടെയും നമുക്കൊരു സമാധാനം ഉണ്ടാകണം. ആരോട്? ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാകണം. മറ്റ് പ്രിയപ്പെട്ടവരോട് നമുക്ക് സമാധാനം ഉണ്ടാകണം. ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ നമുക്ക് അത് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വായിച്ചിട്ട് അതിനാധാരമായിട്ട് 1 Timothy chapter 2 verse 1 and 2. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യും. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സമാധാനപരമായിട്ട് ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം സമാധാനമായിരിക്കുമ്പോൾ അലക്ഷ്യമായി മുൻപോട്ട് പോകുവാൻ അല്ല നാം ചെയ്യേണ്ടത്. നമുക്ക് സമാധാനം കെടുത്തുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാം നമുക്ക് അനുകൂലം. ഇവിടെ ദൈവത്തിന്റെ ദാസനിപ്രകാരം പറയുന്നു. ഒരിക്കൽ കൂടെ വാക്യം ഒന്ന് വായിച്ചാട്ട്. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിനോ വിശേഷാൽ രാജാക്കന്മാർ. എന്ത് പറഞ്ഞു അവിടെ? നമ്മുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്ന ഒരു വിഷയമാണോ ഇത്? നിങ്ങൾ ഓർമ്മയിലിരിക്കണം, നമുക്ക് സമാധാനപരമാർക്ക് ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ അധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചില സന്ദർഭങ്ങളിൽ അധികാരികൾ നമ്മുടേതായിരിക്കുന്ന കൂടുകളെ ഇളക്കുവാനായിട്ടിടയായിത്തീരും. അങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ഏതെല്ലാം മേഖലകൾ ഞാൻ എവിടെയെല്ലാം പ്രൊട്ടക്റ്റഡ് ആകുന്നവ, എന്താണോ എൻ്റെ മുകളിലുള്ള സ്ഥാനങ്ങൾ, അവക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഓഫീസിലെ അധികാരികൾക്ക് വേണ്ടിയോ ഈ രാജ്യത്തിന്റെ അധികാരികൾക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുമെങ്കിൽ, നമുക്ക് തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ അരുതാത്ത പ്രതികൂലങ്ങൾ കടന്നു വരാതെ നമ്മെ സേഫായിട്ട് സൂക്ഷിക്കുവാൻ ഈ സ്വർഗത്തിലെ ദൈവശക്തനാണ്. നമ്മൾ പലപ്പോഴും അനാവശ്യമായിരിക്കുന്ന പ്രശ്നങ്ങൾ കടന്നു പോകുന്നതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വിഷയം. അതുകൊണ്ട് നമ്മുടെ സീരിയസ്നെസ് വിത്ത് സിൻസിയറിറ്റിയിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ ദാസനിപ്രകാരം പറയുന്നു, നിങ്ങൾക്ക് സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിനോ. അപ്പോൾ ഞാൻ സാവധാനതയുള്ള ജീവിതം കഴിക്കണമെങ്കിൽ, സ്വസ്ഥതയുള്ള ജീവിതം ഞാൻ കഴിക്കണമെങ്കിൽ എൻ്റെ മേൽ അധികാരികൾക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമെന്നോ ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചിലത് ചെയ്താൽ നമുക്ക് സമാധാനപരമായി ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ ഇല്ലാതെ വരുമോ? ഒരിക്കലുമില്ല. പിന്നീട് എന്താണോ ആവശ്യമായിരിക്കുന്നത്, സമാധാനം ഞാൻ ആദ്യം പറയുണ്ടായി, നമ്മൾ ഇതിനു വേണ്ടി സ്ട്രൈവ് ചെയ്യണം, അതിനെ അന്വേഷിച്ച് നമ്മൾ പിന്തുടരേണ്ടതാ. നമ്മുടെ മുൻപിൽ കടന്നു വന്നിട്ട് ഞാൻ ദൈവ പൈതലായതുകൊണ്ട് എനിക്കെല്ലാം അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കരുത്. അരിമരക്ഷിതാവായ യേശു പടകിലായിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് സമാധാനം അനുഭവിക്കാമായിരുന്നിട്ടും അവരുടെ ചുറ്റുപാടുകൾ കടല് രൂക്ഷമായപ്പോൾ അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നു. അരിമനാഥൻ കൂടെ ഉണ്ടായിരുന്നിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, അരിമനാഥൻ എന്നോട്
കൂടെ ഉണ്ടെങ്കിലും സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളെങ്കിലും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധിക്കും. എന്നാൽ ചിലത് നമ്മൾ ശ്രദ്ധിച്ചു നിന്നാൽ നമുക്ക് അനാവശ്യമായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നമുക്ക് അങ്ങ് എസ്കേപ്പ് ചെയ്യുവാൻ സാധിക്കും. ഇവിടുത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ എന്താ എബ്രായ വിശ്വാസികൾ മറ്റുള്ള ലോക മക്കളിൽ നിന്ന് അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, അത് അവരുടെ ജീവിതത്തിൽ ആ പ്രിയപ്പെട്ടവരെ ഒരു വേണ്ടാത്ത രീതിയിൽ കാണുകയും തമ്മിലുള്ള സമാധാനം നഷ്ടപ്പെട്ടതായ സ്ഥാനത്ത് ആ ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി അവരോട് നിങ്ങൾ സ്നേഹമായിട്ട് സമാധാനമായിട്ട് ഇരിക്കേണ്ടത് ആവശ്യമെന്ന് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്. എന്താണ് ഇതിന് വേണ്ടി ചെയ്യേണ്ടത്? വായിച്ചിട്ട് 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ 2 Corinthians chapter 6 verse 3. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമാധാനത്തോടെ നമ്മൾ ജീവിക്കണമെങ്കിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ നിങ്ങൾ പോകരുത്. അതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു പ്രശ്നം. സമാധാനം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ നിന്നിട്ട് അവിടെ വെച്ച് നമ്മുടെ സമാധാനം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. ദൈവത്തിന്റെ ദാസനെ പ്രകാരം പറയുന്നു, പൗലോസ് പറയുന്നത്, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവം എന്നെ ഫലമേൽപ്പിച്ചതായ ശുശ്രൂഷയ്ക്ക് യാതൊരു ആക്ഷേപം വരാതിരിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്നെ തന്നെ സഹിച്ചു പോകുക, അത് എന്നെ തന്നെ ഞാൻ ക്ഷമിക്കുക, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ദോഷ വിഷയമായി തീരാതിരിക്കേണ്ടതിനോ എൻ്റെ പെരുമാറ്റത്തെ ഞാൻ നന്നാക്കിയാണോ? ഒന്നാമത് ആവശ്യമായിരിക്കുന്നത്, സമാധാനപരമായ ജീവിതം നയിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആദ്യം ആവശ്യമായിരിക്കും നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സമാധാനം നഷ്ടപ്പെടും. എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? ഒരു പ്രയാസം കടന്നു വരുമ്പോൾ, ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കണം? ഒരു രീതിയിൽ ആ പ്രശ്നം ഒരു സീരിയസ് ആയിട്ട് മാറ്റപ്പെടണമെങ്കിൽ 2 കരങ്ങളും ഒരുമിച്ച് അടിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ദാസനെ പറയുന്നു, നമ്മുടെ സമാധാനം നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാം. സദൃശവാക്യം 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു. സദൃശവാക്യം Proverbs chapter 15 verse number 1. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. നമ്മൾ ഈ കാര്യം ഒന്ന് പഠിക്കാമെങ്കിൽ സ്വസ്ഥമായിട്ട് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. എന്തുവാ പഠിക്കേണ്ടത്? മൃദുവായ ഉത്തരം എന്ന് പറഞ്ഞാൽ എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾ, എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്ന മൃദുവായിരിക്കുന്ന വാക്കുകൾ മറ്റുള്ള വ്യക്തി എന്നെ കോപത്തോടുകൂടെ നിൽക്കുകയാണെങ്കിൽ തന്നെയും ആ കോപം മുൻപോട്ട് നയിക്കാതെ അവിടെ വെച്ച് തടയുവാനായിട്ട് ഇടയായി തീരും. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെയും നിങ്ങളുടെയും സംസാരം, എന്റെയും നിങ്ങളുടെ വാക്കുകളാണ് നിയന്ത്രിക്കേണ്ടത്. ഞാനും നിങ്ങളും സമാധാനം അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ദാസൻ സദൃശവാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വായുടെ അധികാരത്തെങ്കിൽ എന്തിരിക്കുന്നു? നല്ലതും ദോഷവും ഇരിക്കുന്നു. അതിന്റെ ഫലം അനുഭവിക്കുന്നവർ അത് അനുഭവിക്കുവാൻ ഇടയായി തരും. എൻ്റെ നാവിൽ കൂടെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനനുസരണമാക്കി ലാവണ്യ വാക്കുകളുടെ നാവിൽ കൂടെ കടന്നു വരുമെങ്കിൽ, മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാത്തതായിരിക്കുന്ന വാക്കുകൾ എൻ്റെ നാവിൽ കൂടെ കടന്നു വരുമെങ്കിൽ, പ്രിയപ്പെട്ടവർ, എന്ത് ചെയ്യുവാൻ സാധിക്കും? എനിക്ക് സമാധാനപരമായി ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. നമ്മളൊന്ന് മനസ്സിലാക്കണം, എനിക്ക് സമാധാനപരമായ ജീവിതം നയിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെയാണോ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇരിക്കുന്നത്? ഞാനാണ് ചിലത് ചെയ്യേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുവാനായിട്ട് ഇടയായി തരുമ്പോൾ എനിക്ക് ചുറ്റുപാടുകളോ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ദാസൻ പറയുന്നു, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. വലിയ ദേഷ്യത്തോടെ വന്ന് നിൽക്കുക, പക്ഷെങ്കിൽ തിരിച്ച് മറുപടി കൊടുക്കുന്നത് മൃദുവായ ഉത്തരമായിരിക്കുമ്പോൾ വളരെ സൗമ്യതയോടുകൂടെ ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞു, എന്താണ് അവിടെ ആവശ്യമായിരിക്കുന്നത്? ഒരു വാക്യത്തിൽ കൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. വായിച്ചോട്ട് എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 26-27 വാക്യം, 26 and 27. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ശ്രദ്ധിക്കേണ്ട ഒരു വേർഡ്. നമ്മുടെ ഉള്ളിൽ ഒരു കോപം കടന്നു വരുമ്പോൾ,
വാസ്തവത്തിൽ സംഭവിക്കുന്നത് നമ്മൾ നമുക്ക് തന്നെ ദോഷം വരുത്തി വെക്കുക. എന്തുവാ നമ്മൾ വരുത്തി വെക്കുന്ന? ആ വേർഡ് പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ കോപം, എൻ്റെ ജീവിതത്തിൽ പിശാച് വസിക്കുവാനായിട്ട് ഞാൻ ഇടം ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഓരോ പ്രാവശ്യവും നമ്മൾ കോപിക്കുമ്പോഴും പിശാചിനൊരു കിടക്കമുറി നമ്മുടെ സ്വന്തം ശരീരത്തിൽ കിടക്ക വിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താ ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്? മൃദുവായ ഉത്തരം. എന്താ ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിന്റെ ദാസനിപ്രകാരം പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വാക്യം കൂടെ റോമലേഖനം അതേ 12-ാം അധ്യായത്തിന്റെ 18-ാമത്തെ 17-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വന്നാട്ടോ. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 17. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളൂ. എല്ലാവരോടും നിങ്ങൾ ശ്രദ്ധിക്കുന്ന വേർഡ് നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്. ദൈവത്തിന്റെ ദാസൻ ഉപയോഗിച്ച വേർഡ് ഇതാണോ, കഴിയുമെങ്കിൽ നിങ്ങളാവോളൂ എന്ന് പറഞ്ഞാൽ സാധ്യമല്ല എല്ലാം ഇടത്തും സമാധാനം ആചരിക്കാൻ. അല്പം ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഇത് അസാധ്യമായിരിക്കുന്ന വിഷയമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ, ചില സ്ഥാനത്തെങ്കിലും നമ്മൾ സമാധാനം ഉണ്ടാക്കുവാൻ സാധിക്കുമെങ്കിൽ നമുക്ക് സമാധാനപരമായിട്ട് ജീവിതം നയിക്കുവാനായിട്ടിടയായിത്തീരും. എബ്രായ വിശ്വാസികളോട് ദൈവത്തിന്റെ ദാസനിപ്രകാരം പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന യാതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകരുത്. സമാധാനം നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും ഉണ്ടാകരുത്. ഒരു പക്ഷേ പറയുമായിരിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമായിരിക്കാം. ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ തിരുവചനം പറയുന്ന പ്രകാരമാണ്, നിന്റെ വഴിപാട് നിന്റെ അവിടെ യാഗപീഠത്തിൽ വെച്ചിട്ട് നിന്റെ സഹോദരന് നിന്റെ നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ, നീ ചെയ്തെന്നല്ല പറഞ്ഞത്, നിന്റെ സഹോദരന് നിന്റെ നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ നീ വഴിപാട് യാഗപീഠത്തിൽ വെച്ചിട്ട് ആദ്യം ചെന്ന് നിരന്നുകൊള്ളണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം വേണ്ട കാര്യമാണ് ഒരു നിരപ്പെന്ന് പറയുന്നത്. നിരപ്പിന് ശേഷമാണ് യാഗം, സമാധി യാഗം കൊടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പ്രതീയമായിരിക്കുന്ന പദവിയിലാണ് ദൈവം നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് എതിര് തന്നവർ, നമുക്ക് പ്രയാസം തന്നവർ, നമുക്ക് പ്രതികൂലങ്ങൾ തന്നവർ, നമ്മളെ ദുഷിച്ചവർ, ആ പ്രിയപ്പെട്ടവരോട് മനസ്സിൽ എന്തെങ്കിലും ഒരു ഭാരം വെച്ചുകൊണ്ടിരിക്കാൻ അല്ല, പിന്നെയോ അതിൽ നിന്ന് നാം അവരോട് ക്ഷമിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വായിച്ചോട്ടെ ഒരു വാക്യം കൂടെ, 12-ാം അധ്യായം അതിന്റെ 15-16 വാക്യം വായിച്ചു. വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 12. ഈ 12-ാം അധ്യായത്തിന്റെ പ്രത്യേകത ഒരു വിശ്വാസിയുടെ കടപ്പാടുകളെ കുറിച്ച്. റോമൻസ് ചാപ്റ്റർ 12 ഒരു വിശ്വാസിയുടെ കടപ്പാടുകളെ കുറിച്ച് പറയുന്നു. ഒരു വിശ്വാസിയുടെ കടപ്പാട്, അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാട്, അത് മറ്റൊന്നുമല്ല, ആരാധന. അതിനുശേഷം 3 വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം വരെ, 10-11 വാക്യം വരെ നമ്മൾ അവിടെ കാണുന്ന ഭാഗമാണോ ഇവിടെ തമ്മിൽ നമുക്ക് ദൈവം തന്ന കൃപാവരങ്ങൾ, അതിൽ നമുക്കുള്ള കടപ്പാട്, നമുക്ക് ദൈവം തന്ന കൃപാവരങ്ങൾ, അതിനോടുള്ള നമ്മുടെ കടപ്പാട്. നോട്ട് ചെയ്താട്ട്, പെട്ടെന്ന് നോട്ട് ചെയ്താട്ട്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 1-2 വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ദൈവത്തോടുള്ള കടപ്പാട്. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ ദൈവം നമ്മുടെ മേൽ പകർന്ന കൃപാവരങ്ങളോട് നമ്മുടെ കടപ്പാട്. കൃപാവരങ്ങളോടുള്ള നമ്മുടെ കടപ്പാട്. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ സഹോദരങ്ങളോടുള്ള കടപ്പാട്, സഹവിശ്വാസികളോടുള്ള കടപ്പാട്. 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ലോകത്തോടുള്ള നമ്മുടെ കടപ്പാട്. 4 കടപ്പാടുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഫസ്റ്റ് 1-2 വാക്യം ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാട്. അത് 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദൈവം നമ്മുടെ മേൽ പകരപ്പെട്ടുമായിരിക്കുന്ന ദൈവിക കൃപാവരത്തോടുള്ള നമ്മുടെ കടപ്പാട്.
അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നത് നമ്മൾ കൂട്ട സഹോദരങ്ങൾ തമ്മിലുള്ള കടപ്പാടുകൾ. 14-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ പഠിപ്പിക്കുന്നത് ലോകത്തോടുള്ള കടപ്പാട്. ലോകത്തോടുള്ള കടപ്പാടിൽ കടന്നു വരുമ്പോഴാണോ 16, 17, 15, 16 വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാട്ടുന്നത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കണം. ഇവിടെ പറയപ്പെടുന്നത് ലോകത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ലോകത്തിന്റെ മക്കൾ സന്തോഷിക്കുമെങ്കിൽ അവരോടുകൂടെ സന്തോഷിക്കണം. അവർ കരയുമെങ്കിൽ അവരോടുകൂടെ കരയണം. താഴോട്ട് തമ്മിൽ ഐക്യമത്യമുള്ളവരാകണം, വലിപ്പം ഭാവിക്കരുത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ദൈവമക്കളായി കഴിയുമ്പോൾ ദൈവീയ കൃപാവരങ്ങൾ നമ്മൾ കൂടെ വെളിപ്പെടുമ്പോൾ ചില സമയത്തെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് ഒരു കാര്യമാണോ, വി ആർ സംതിങ് സ്പെഷ്യൽ, നമ്മൾ എന്തൊക്കെയോ വിലപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ദാസർ ഇവിടെ പറയുന്നത് ലോകത്തിന് മക്കളെ നമുക്ക് നേടണമെങ്കിൽ അവരുടെ മുൻപിൽ കടന്നു ചെന്നിട്ട് ഞാൻ ആരാണ്ട് സംവാട്ട് ഗ്രേറ്റ് ആണെന്നുള്ള ചിന്ത വെളിപ്പെടുത്തുവാനല്ല പോകേണ്ടത്. വലിപ്പം ഭാവിക്കാതെ ഐക്യമത്യത്തോടെ നിൽക്കണമെന്ന്, അവിടെ ഒരു താഴ്മയോടുകൂടി നിൽക്കണം. താഴോട്ട് വായിച്ചോട്ടെ സിസ്റ്ററെ. വലിപ്പം ഭാവിക്കരുത്. യെസ്, എളിവരോട് ചേർന്ന് കൊള്ളുവീൻ. ഇതാണ് ദൈവം നമ്മൾ കൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ദൈവമക്കളല്ല, ലോകത്തിന്റെ മക്കൾ. അപ്പൊ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ലോകത്തിന് മക്കളുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലേണ്ടത് ആവശ്യമുണ്ടോ? ഞാൻ അൺടച്ചബിൾ ആണോ? എന്നെ തൊടുവാൻ സാധ്യമല്ല, ഞാൻ വിശുദ്ധനാണോ എന്ന് ചിന്തിച്ചു നിൽക്കുന്ന നിൽപ്പ് ദൈവവചനത്തിന് വിരുദ്ധമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വേർപാട് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ വേർപാടിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ദൈവം തന്ന പൊസിഷൻ വിട്ടുകളയാതെ ലോകത്തിലെ ജനത്തിന്റെ ഇടയ്ക്കിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നോ ദൈവം നമ്മെ കുറിച്ച് എന്താ വേണ്ടത്? വലിപ്പം ഭാവിക്കുവാനായിട്ടിടയാകരുത്. ഇതാണ് എബ്രായ വിശ്വാസികളുടെ മുൻപിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അവരുടെ മുൻപിൽ അവർ ദൈവത്തിന് വേണ്ടി വേർപെടുത്തപ്പെട്ടവരാണ്. അതാണ് അവരുടെ മുൻപിൽ കടന്നു വന്ന ചിന്ത. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നിട്ട് എന്ത് പറയുന്നു? അവിടെയാണ് സമാധാനം ആചരിപ്പാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഏത് പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയാലും, ഏത് പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയാലും ദൈവമക്കൾ എന്തുള്ളവരായിരിക്കണം? സമാധാനമുള്ളവരായിരിക്കണം. ഈ സമാധാനമുള്ളവരായിരിക്കണമെന്ന് മാത്രമല്ല, രണ്ടാമത്തെ വേർഡ് പറഞ്ഞ് എല്ലാവരോടും സമാധാനം ആചരിച്ച് എന്ത് വേണം? ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം. രണ്ടാമത്തെ പോയിന്റ് നോട്ട് ചെയ്താട്ടോ, പീസ് ആൻഡ് ഹോളിനെസ്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനവും അതോടൊപ്പം തന്നെ ശുദ്ധീകരണവും. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് വിശുദ്ധീകരണമല്ല, ഇവിടെ ഉപയോഗിക്കപ്പെട്ട വേർഡ് ശുദ്ധീകരണം. ഈ വേർഡിന്റെ വ്യത്യാസം നിങ്ങൾക്കറിയാം. വിശുദ്ധീകരണം എന്ന് പറയുന്നത് സാങ്ക്ടിഫിക്കേഷൻ. ആ വേർഡിന്റെ അർത്ഥം സെറ്റ് അപ്പാർട്ട്, വേർപെടുത്തി. പക്ഷെ ഇവിടെ പറയപ്പെടുന്ന വേർഡ് ഇതല്ല. ഇവിടെ പറയപ്പെടുന്ന ഹോളിനെസ്, ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു 100% ഒരു ശുദ്ധിയെ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അശുദ്ധമായിരിക്കുന്ന ഒന്നും ഉണ്ടാകരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആദ്യം പറയുണ്ടായി, ഈ സമാധാനത്തിനെ ഫോളോ ചെയ്തു വരുന്ന ഒന്നാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. എവിടെ സമാധാനമില്ലയോ അവിടെ ശുദ്ധീകരണം നഷ്ടപ്പെടും. എവിടെ സമാധാനമില്ലയോ അവിടെ ശുദ്ധീകരണം കാണത്തില്ല. എന്താ ഇത് തമ്മിലുള്ളതായിരിക്കുന്ന പ്രത്യേകത എന്താണെന്നോ നമ്മളിത് പഠിക്കുമ്പോൾ ഒന്ന് വായിച്ചോട്ട്. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1. റോമക്കലേനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മൾ ദൈവത്തോട് പ്രൈസ് ഗോഡ്. ആ വേർഡ് പറയുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ നീതീകരണത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ പീസ് എന്ന് പറയുന്നത്? നീതീകരണം ഇല്ല എങ്കിൽ സമാധാനമില്ല. നീതീകരണം ഉണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ ഇനിയുള്ള ക്ലാസ് ആയിരിക്കണം. നീതീകരണം ഇല്ല എങ്കിൽ സമാധാനമില്ല. നീതീകരണത്തിന്റെ പിന്നാലെ കടന്നു വരുന്നതാണോ സമാധാനം എന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ നീതീകരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ദൈവം കുറ്റം കാണുന്നില്ല. ദൈവം കുറ്റം കാണുന്നില്ല എങ്കിൽ മറ്റുള്ളവരുമാർക്ക് എന്റെ ബന്ധം ക്ലിയർ ആകുന്നില്ല എങ്കിൽ ദൈവം എന്നിൽ കുറ്റം കാണുന്നു. ദൈവം എന്നിൽ കുറ്റം
കുറ്റം കാണുന്നുവെങ്കിൽ, കുറ്റം കാണുക എന്ന് പറഞ്ഞാൽ പാപം എന്നിൽ കടന്നു വരുന്നു. പാപത്തിന്റെ പ്രത്യേകത എന്താണ്? 1 യോഹന്നാൻ 1:7 ഇപ്രകാരം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ സകല പാപവും പോക്കി എന്നെ എന്ത് ചെയ്യുക? ശുദ്ധീകരിക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ നീതീകരണം ഇല്ലാതെ നിൽക്കുമ്പോൾ, ഞാൻ നീതീകരിക്കപ്പെട്ടവനല്ലാതെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് കടന്നു വരിക? ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആരായിത്തീരുക? പാപിയായിത്തീരുക. പാപിയാകുന്നുവെങ്കിൽ എന്തില്ല? അവിടെ എനിക്ക് വേണ്ട പാപത്തിന് എന്തുണ്ട്? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ പാപം പോക്കി എന്ത് ചെയ്യുന്നു? എന്നെ യേശുവിന്റെ രക്തം എന്നെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ പാപം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആ പാപം എന്നെ എന്ത് ചെയ്തു? അശുദ്ധനാക്കുന്നു. പാപം എന്നെ അശുദ്ധനാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എന്ത് പാപം ചെയ്യുന്നുവോ, എൻ്റെ ചിന്ത കൊണ്ടായിരിക്കാം ചെയ്യുന്നത്, എൻ്റെ പ്രവൃത്തി കൊണ്ടായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എൻ്റെ പാപം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതെന്നെ എന്ത് ചെയ്യുക? അശുദ്ധനാക്കിയാൽ. പാപം എന്നെ അശുദ്ധനാക്കുന്നു. അപ്പോൾ ഈ പാപം എന്നെ അശുദ്ധനാക്കുന്നുവെങ്കിൽ ഈ അശുദ്ധിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണ്ടത് എന്തായിരിക്കുന്നു? യേശുവിന്റെ രക്തം. അങ്ങനെയെങ്കിൽ ഞാൻ ആ രണ്ടാമത് പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അവിടെ പറയുന്നത് എല്ലാവരോടും സമാധാനം ആചരിച്ച്, നെക്സ്റ്റ് വേർഡ്, ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അപ്പോൾ ശുദ്ധീകരണം കടന്നു വരണമെങ്കിൽ, ശുദ്ധീകരണം ഉണ്ടാകണമെങ്കിൽ, ഹോളിനെസ് ഉണ്ടാകണമെങ്കിൽ സമാധാനം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. സമാധാനമില്ലാതെ ഹോളിനെസ്, ശുദ്ധീകരണം ഉണ്ടാകത്തില്ല. സമാധാനം എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിപ്പാൻ സാധ്യമല്ല. 1-2 വാക്യങ്ങളോട് വായിച്ചോട്ട്. മത്തായി 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവർ ദൈവത്തെ കാണും. നിങ്ങൾ മനസ്സിലാക്കണം ഈ വേർഡ് അവിടെ പറയപ്പെടുന്നു. നമ്മൾ വായിച്ച എബ്രായ 12:14 വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ട്. ഹീബ്രൂസ് 12:14. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശ്രദ്ധിക്കണം, ഈ വേർഡ് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്ന് പറഞ്ഞു, ശുദ്ധീകരണം കൂടാതെ ആരും ആരെ കാണത്തില്ല? കർത്താവിനെ കാണുകയില്ല. ഞാൻ മുമ്പേ പറഞ്ഞ വാക്യത്തിൽ കർത്താവായ യേശു പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ആരെ കാണും? ദൈവത്തെ കാണും. അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ എന്തു വേണം? ഹൃദയശുദ്ധി ആവശ്യമാണ്. ഹൃദയശുദ്ധി ഇവിടെ നമ്മൾ മുമ്പേ പഠിച്ച വാക്യത്തിൽ നിന്നുകൊണ്ട് ശുദ്ധീകരണം ഇല്ല എങ്കിൽ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഒന്ന്, ഹൃദയശുദ്ധി ആവശ്യമാണ്. ഹൃദയശുദ്ധി ഇല്ലാതെ കർത്താവിനെ കാണുവാൻ സാധ്യമല്ല. സമാധാനത്തിന്റെ പിന്നാലെ കടന്നു വരുന്ന ശുദ്ധീകരണത്തോടു കൂടെ അല്ലാതെ ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ദൈവത്തെ കാണുവാൻ ആവശ്യമായിരിക്കുന്നത്? ഒരു പ്യൂരിറ്റി ഓഫ് എ ഹാർട്ട്. ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഹൃദയത്തിന്റെ ശുദ്ധി ഉണ്ടാകണമെങ്കിൽ എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഒരു നിരപ്പ് ഉണ്ടാകണം. ഹൃദയശുദ്ധിയിലേക്ക് ഞാൻ കടന്നു വരണമെങ്കിൽ, ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ നിരപ്പ് നഷ്ടപ്പെടുമ്പോൾ, അവരുമായി മറ്റൊരു വ്യക്തിയുമായിട്ട് എനിക്ക് റിക്കൺസിലിയേഷൻ ഇല്ലാതിരിക്കുമ്പോൾ, നിരപ്പില്ലാതിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കുഴപ്പമാണ് എൻ്റെതായിരിക്കുന്ന ഹൃദയത്തിൽ എന്താകുക? അശുദ്ധമാകുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ദൈവത്തിന്റെ ദാസൻ ആഗ്രഹിച്ച ഒരു വിഷയമാണ്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അപ്പോൾ ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്തിനാണ് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്? താഴത്തെ 3ാമത്തെ സ്റ്റെപ്പോടെ പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുക. 3ാമത്തെ സ്റ്റെപ്പ്, വിത്തൗട്ട് ഹോളിനെസ് നോ മാൻ ഷൽ സീ ദ ലോർഡ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവർ അധ്വാനിച്ചു, ഇവർ ഓടി, ഇവർ പണിപ്പെട്ടവരാണ്. പക്ഷെങ്കിൽ ഇവർ അങ്ങോട്ട് പോകണമെങ്കിൽ എന്താണ് ഇവർക്ക് ആവശ്യമായിരിക്കുന്നത്? ശുദ്ധീകരണം. നിങ്ങൾ മനസ്സിലാക്കുക, ഈ വേർഡ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ശുദ്ധീകരണം
ശുദ്ധീകരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്തിന്റെ പ്രവൃത്തിയ? ദൈവം നമ്മൾ വസിക്കുന്നു, നീതീകരണത്തിന്റെ പിന്നാലെ കടന്നു വരുന്ന എന്റെ പ്രവൃത്തിയാണോ ശുദ്ധീകരണമായി തീരുന്നത്? അഥവാ നീതീകരണത്തെയാണോ അത് നീതീകരണത്തിന് ശേഷമാണ് ശുദ്ധീകരണം വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ദൈവം എന്നിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം എന്നിൽ കൂടെ വെളിപ്പെടുത്തുന്നതാണോ ശുദ്ധീകരണം എന്ന് പറയുന്നത്? വേറെ രീതി പറഞ്ഞാൽ ആത്മാവിന്റെ ഫലമാണോ ശുദ്ധീകരണം? ആത്മാവിന്റെ ഫലമാണ് ശുദ്ധീകരണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വേറെ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത്രത്തോളം ഇവർ കഷ്ടപ്പെട്ടു, ഇത്രത്തോളം അവർ അധ്വാനിച്ചു, ഇത്രത്തോളം ദൈവത്തിന് വേണ്ടി പലതും ചെയ്യുവാൻ ഇടയായിത്തീർന്നുവെങ്കിലും ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ഒരല്പം തളർന്നിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ദാസനെ പറയുവാൻ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ കുഴഞ്ഞിരിക്കുന്ന കൈകള്, നിങ്ങളുടെ കാലുകൾ കുഴഞ്ഞിരിക്കുക. ഇവിടെ വെച്ച് നിങ്ങൾക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ സാധ്യമല്ല. കഴിഞ്ഞ നാളുകളുടെ വിശുദ്ധ ജീവിതം നിങ്ങൾക്കിപ്പോൾ നയിക്കുവാൻ സാധിക്കുന്നില്ല. ആത്മീയമായിട്ട് ഒത്തിരി പിന്നോട്ട് കടന്നു പോകുന്നു. എന്നാൽ ഈ പ്രത്യേക മാർഗ സമയത്ത് ഓർക്കുക, നിങ്ങൾ കർത്താവിനെ കാണണമെങ്കിൽ, കർത്താവിനെ കാണുക എന്ന് പറയുമ്പോൾ ആ പ്രത്യേക മാർഗ വേർഡ് ഇപ്പോൾ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് ദർശനത്തിൽ കാണുന്ന ഒരു കാഴ്ച മാത്രമല്ല, അതും അതിനകത്തുണ്ട്. നമുക്ക് കർത്താവിനെ കാണുവാൻ സാധിക്കും. ദൈവത്തെ നമുക്ക് കാണുവാൻ സാധ്യമല്ല എങ്കിലും ദൈവം തന്റെ സ്വരൂപത്തിൽ അയച്ച ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ എനിക്കും നിങ്ങൾക്കും ഇന്ന് കാണുവാൻ സാധിക്കും. കണ്ടതിനെ കുറിച്ച് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, കാണണമെങ്കിൽ അവർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. അവർ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം, അവർ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ദാസനും പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എന്നാൽ ഈ ഇവിടെ വെച്ച് അല്പനിമിഷം ദർശനത്തിൽ ലഭിക്കുന്ന ഒരു കർത്താവിനെ കാണുന്നതിനെ കുറിച്ചല്ല ഇവിടെ ദൈവദാസൻ പറയുന്നത്. പിന്നെയോ അരമനാഥനാകുന്ന യേശുവാനമേഘത്ത് കടന്നു വരുമ്പോൾ അവനോടുകൂടി എടുക്കപ്പെടണമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ ഭാഷ, ആത്മാവിന്റെ ഫലം എന്നിൽ കൂടെ വെളിപ്പെടുത്താതെ എന്റെ അരമനാഥനെ കാണുവാൻ എനിക്കും നിങ്ങൾക്ക് സാധ്യമല്ല. ആത്മാവിന്റെ ഫലം എന്നിൽ കൂടെ വെളിപ്പെടുത്താതെ ദൈവത്തിന് വേണ്ടി ഞാൻ ഒത്തിരി ഓടി, ദൈവത്തിന് വേണ്ടി ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രസംഗിച്ചു. ഇതൊക്കെ സത്യമായ കാര്യമാണോ? എന്നാൽ അതല്ല എന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സ്വർഗ്ഗത്തിലെ ദൈവം നോക്കുന്ന ഒരു കാര്യമാണ് ആത്മാവിന്റെ ഫലം എന്നിൽ കൂടെ വെളിപ്പെടുന്നുവോ എന്നുള്ളത്. സ്വർഗ്ഗത്തിലെ ദൈവം നോക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കൾ മറന്നു കളയരുത്. ആത്മാവിന്റെ ഫലമാണ് എന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടിയായി തീരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ വിഷയമാണ്. ആത്മാവിന്റെ ഫലം ഇതാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. ആത്മാവിന്റെ ഫലമാണ് നമ്മെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ആത്മാവിന്റെ ഫലമാണ് ഇന്ന് കർത്താവിനെ കാണുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഇവിടെ വെച്ച് മുൻപോട്ട് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ദാസനെ പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് പറ്റുമെങ്കിൽ എന്നുള്ളതല്ല. എന്നാൽ ഈ ശുദ്ധീകരണം, ഈ സമാധാനം ആചരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ മക്കളുമായിട്ട് ഇടകലർന്ന് എനിക്ക് അവരുടെ ഇഷ്ടത്തിനനുസൃതമായിട്ട് എനിക്ക് അവരുമായിട്ട് സമാധാനം ഉണ്ടാക്കുവാൻ സാധ്യമല്ല. പിന്നെയോ എന്താവശ്യമായിരിക്കുന്നത്? ഞാൻ അവരുമായിട്ട് ഉണ്ടാക്കുന്ന സമാധാനം ദൈവത്തിന്റെ ഹോളിനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അതുമായിട്ട് എനിക്ക് കൂട്ടുനിൽക്കുവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണമോ? ഞാൻ അവരുമായിട്ട് ചെയ്യുന്ന സമാധാനത്തിൽ ഉടമ്പടി ഹോളിനെസ് കൊണ്ടുവരുന്നില്ല എങ്കിൽ, ആ ഹോളിനെസ്സിലേക്ക് ശുദ്ധീകരണം കൊണ്ടുവരുന്നില്ല എങ്കിൽ ആ ഒരു സമാധാനം ഉണ്ടാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോയെ, നിനക്ക് വേണമെങ്കിൽ രാജാവിനോട് സമാധാനം ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ നീ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന സമാധാനത്തിന്റെ അനന്തര എഫക്റ്റ് എന്ന് പറയുന്നത് ദൈവത്തോട് നീ പാപം ചെയ്യുക. ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലോകമക്കളുമായിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഏത് രീതിയിലും എന്തും ചെയ്തുകൊണ്ട് സമാധാനം ഉണ്ടാക്കുവാനല്ല ഞാൻ നിങ്ങൾ കടന്നു പോകേണ്ടത്. എന്റെയും നിങ്ങളുടെയും സമാധാനം ഉണ്ടാക്കുന്നത്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ശുദ്ധീകരണം കടന്നു വരുന്നില്ല എങ്കിൽ, ശുദ്ധീകരണത്തിന് അനുഭവം അതിനകത്ത് ഇല്ല എങ്കിൽ ആ സമാധാനം ഉണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെയാണ് ദൈവമക്കൾ വേർപെട്ട് നിൽക്കുന്നത്.
മനസ്സിലായോ? ഞാൻ ആ പറഞ്ഞ വേർഡ് മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കേണ്ട, പലപ്പോഴും നമ്മൾ വളരെ ലീനിയന്റ് ആകാറുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് സമാധാനം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസനിപ്രകാരം പറഞ്ഞത്, കഴിയുമെങ്കിൽ എല്ലാവരോടും അല്പം ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാൽ ഒരു കാര്യം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും ആ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ എനിക്കും നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുമെങ്കിൽ അതാണ് സ്വർഗ്ഗത്തിലെ ദൈവം എന്നിൽ നിങ്ങൾക്കൂടെ ആഗ്രഹിക്കുന്നത്. ഇതിന് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഞാൻ തന്നെ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഇതിന് ഞാൻ അധ്വാനിച്ചേ പറ്റത്തുള്ളൂ. ഇതിന്റെ മുൻപിൽ കടന്നു വന്ന് കിട്ടത്തില്ല. ഇതിന്റെ പിന്നിൽ ഞാൻ അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ, എന്റെ വാക്കുകളെ ഞാൻ ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, എന്റെ പ്രവൃത്തികളെ ഞാൻ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അവിടെയാണ് ദൈവത്തിന്റെ കരങ്ങളും പ്രവൃത്തികളും എന്നിലും നിങ്ങൾക്കൂടെ വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ചാട്ട് ഒരു നിമിഷം എല്ലാ കണ്ണുകളും മൗനമായിരുന്നു കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട് നമ്മുടെ സമാധാനത്തിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഒന്ന് ശാന്തമായി ചിന്തിച്ചാട്ട്